ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസിന് പാലപ്പത്തിന്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി മട്ടൻ കുറുമയുടെ റെസിപ്പിയാണിത്. ഇതിനുവേണ്ടി 1/2 കിലോ മട്ടൻ ഉപ്പുവെള്ളത്തിലിട്ട് 15 മിനിറ്റ് വെക്കണം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 3 കരയാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എരിവ് നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു 2 പച്ചമുളക് വരെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഈ തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് കുക്ക് ചെയ്ത് മാറ്റിവെക്കാം. ഇത് ഒന്ന് ചൂടാറി കിട്ടുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ പാല് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സവാള റോസ്റ്റ് ചെയ്തത് ചൂടാറി കിട്ടുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. മട്ടൻ കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ച അരപ്പ് കൂടി ചേർത്ത് ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2-ാം പാല് മാറ്റി വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം കുക്കറിന്റെ മൂടി ഒന്ന് അടച്ച് ഇത് ഒരു 6 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. മട്ടൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടണം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 5 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. 6 വിസിലാകുന്ന സമയത്ത് കുക്കറിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 8-10 കാഷ്യൂസ് വെള്ളത്തിൽ സോക്ക് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു മാറ്റി വെക്കാം. കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നന്നായി നെയ്യൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മട്ടൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 1-ാം പാലാണ്. ഇത് 1/4 കപ്പ് 1-ാം പാലാണ്. 1 കപ്പ് തേങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്യൂ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തിളച്ചു വരണം. നല്ല രീതിയിൽ ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുക്കറിന് മൂടി ഒന്ന് അടച്ചു വെക്കാം. ഇരുന്ന് കുറുകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അടച്ചു വെക്കുന്നത്. 1/2 മണിക്കൂർ അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുമ റെഡിയായി കിട്ടും. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കുറുമ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പാലപ്പത്തിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മട്ടൻ കുറുമയാണ്. എല്ലാവരും ഈ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. കൂട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് ഷെയർ ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.